നമസ്കാരം. ഞാൻ ആറ്റുനോറ്റ് സൂക്ഷിച്ചിരുന്നൊരു ഞാലിപ്പൂവൻ്റെ കൊല അത് ഇന്നലെ വീണ് പോയി. അത് ഇനിയിപ്പോൾ അത് പുഴുക്ക് വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് നല്ല കുറേ നാളായിട്ടത് സൂക്ഷിച്ച് കൊണ്ട് നടന്നിരുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് പുഴുക്ക് വയ്ക്കാം. അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് തൊലി നൈസായിട്ട് കളഞ്ഞിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാതും നൈസായിട്ട് ചെത്തി കളഞ്ഞിട്ട് മഞ്ഞപ്പൊടി വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം, കറ കളയണം. അതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിരുമ്മി കഴുകിയാൽ അതിൻ്റെ കറയൊക്കെ പോകും. എന്നിട്ട് പച്ചവെള്ളത്തിൽ വീണ്ടും കഴുകി എടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ കറിവേപ്പിലയും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് അത്രയ്ക്കധികം വേവില്ല, ഒരു 1-2 വിസിൽ ആകുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടിയിട്ട് വെള്ളവും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉള്ളി കാച്ചാട്ടാം. അപ്പോൾ നന്നായിട്ട് എണ്ണ തിളയ്ക്കുമ്പോൾ ചതച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കറിവേപ്പില, നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് ചതച്ച മുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല കുത്തിപ്പൊടി മുളക്, എന്നാലാണ് ഈ കായപ്പുഴുക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കുത്തിപ്പൊടി മുളകും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. എന്നിട്ട് നമുക്ക് ഈ കായം ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച കായ അതിലേക്ക് ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കായപ്പുഴുക്ക് റെഡിയായി. അപ്പോൾ ഞാൻ പഴുപ്പിച്ച് തിന്നാനിരുന്ന പാവം ഞാലിപ്പൂവൻ എൻ്റെ ചീനച്ചട്ടിയിലെ കറിയായിപ്പോയി. അപ്പോൾ എന്നാലും ഇതാണ് ടേസ്റ്റ്. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കഞ്ഞീരെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ കായപ്പുഴുക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.